ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാനും ശരീരാകൃതി നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവും പാടുകളൊക്കെ മാറ്റി മുഖമൊക്കെ സുന്ദരമാക്കാനും വേണ്ടിയിട്ടും അതുപോലെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്കാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്ന ഡ്രിങ്ക് എന്താണെന്ന് വെച്ചാൽ ബാർലി വെള്ളമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ബാർലി വെള്ളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാർലി പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള ബാർലി പൊടിയാണ്. ഇപ്പം നമുക്ക് ബാർലി പൊടിയൊക്കെ പാക്കറ്റിൽ കടകളിലൊക്കെ അവൈലബിൾ ആണ്. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അരി വെച്ചിട്ടായിരുന്നു ബാർലി വെള്ളം തയ്യാറാക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊക്കെ നമുക്ക് ബാർലി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബാർലി പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബാർലിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ബാർലിയുടെ അരി ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വെച്ചാൽ അരി കഴുകി കുതിർത്ത ശേഷം ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർത്ത ശേഷം നമുക്ക് അത് തിളപ്പിച്ചെടുത്തിട്ട് അത് അരി ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അരി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് നമുക്ക് ബാർലി വെള്ളമായിട്ട് കുടിക്കാൻ എടുക്കുന്നത്. ഇപ്പോഴത്തെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിയാണ് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇതിലും നമുക്ക് കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നാക്കിയിട്ട് തന്നെ കലക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മധുരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൽക്കണ്ടാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് സ്വല്പം സോൾട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് കുടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മധുരം ഇല്ലാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, അതുപോലെ തന്നെ 1 ഗ്രാമ്പു അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഷുഗർ പേഷ്യൻ്റ് അല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കൽക്കണ്ടം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു മധുരമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരത്തിലൊക്കെ കുടിക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കലക്കി എടുത്തിട്ടുള്ള ബാർലിപ്പൊടി നമ്മുടെ വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാർലിപ്പൊടി നന്നായിട്ട് തന്നെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നന്നാക്കി തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മളിവിടെ പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂവും ഏലക്കായും ഒക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ബാർലി ഡ്രിങ്കിന് ഒരു പ്രത്യേക തന്നെ രുചിയും വരും. അതോടൊപ്പം തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതുമാണ് ഈ പട്ടയും ഏലക്കായും ഒക്കെ. അപ്പോൾ അതും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബാർലി പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബാർലിപ്പൊടിയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ഞാൻ ഇന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുടിക്കുന്ന നേരത്ത് ഇനിയിപ്പം അത് തടയില്ലല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഡ്രിങ്കിൻ്റെ കൂടെയാണെങ്കിലും വൈറ്റമിൻ സി ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ബാർലി ഡ്രിങ്കിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ബാർലി ഡ്രിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് മോർണിംഗിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് കുടിക്കാവുന്നതാണ്. കൂടാതെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാർലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു റെമഡിയൽ ജ്യൂസായിട്ട് തന്നെ നമുക്ക് ഈ ബാർലി വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഗർഭിണികളൊക്കെ ഗർഭകാലത്ത് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗർഭകാലത്തൊക്കെ ഗർഭിണികൾക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു
ഡ്രിങ്കാണ് ഈ ബാർലി വെള്ളം എന്ന് പറയുന്നത്. കൂടാതെ ഇത് നന്നായിട്ട് വിശപ്പ് കുറയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് ബാർലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമൂലം വെയിറ്റ് ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. കൂടാതെ കാൽസ്യം അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്